Dear students, in the previous class we had been discussing of crusades during Angevin dynasty, and today we discuss of King John and the Magna Carta. Richard I was succeeded by his brother John. The most important event of the reign of King John was the signing of the Magna Carta or the Great Charter at Runnymede on 15th June 1215 1215. അപ്പോൾ ആഞ്ചിവിൻ ഭരണകാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന സംഭവമായിരുന്നു റിച്ചാർഡിന് ശേഷം അധികാരത്തിൽ വന്ന ജോണിൻ്റെ കാലഘട്ടത്തിൽ 1215 ജൂൺ 15 റണ്ണിമേഡെ എന്ന സ്ഥലത്ത് വെച്ച് ഒരു വലിയ ഡോക്യുമെൻ്റ്, ഒരു വലിയ ചാർട്ടർ, ഒരു പ്രധാന രേഖ കിങ് ജോൺ ഒപ്പുവയ്ക്കുവാൻ നിർബന്ധിതനായി. 3 causes produced the combination against John, which culminated in the granting of the Magna Carta. 3 കാരണങ്ങളാൽ മാഗ്ന കാർട്ട എന്ന രേഖയിൽ ഒപ്പുവയ്ക്കുവാൻ കിങ് ജോൺ നിർബന്ധിതനായി തീർന്നു. ഒന്ന്, ഹി ക്വാറൽഡ് വിത്ത് ഫ്രാൻസ്. മറ്റൊന്ന്, ഹി ക്വാറൽഡ് വിത്ത് റോം. ദ തേർഡ് വൺ ദാറ്റ് ഈസ് ഹിസ് ഓൺ സബ്ജക്ട്സ്. അപ്പോൾ 3 കാരണങ്ങൾ, ഹി ക്വാറൽഡ് വിത്ത് ഫ്രാൻസ്, റോം ആൻഡ് ഹിസ് ഓൺ സബ്ജക്ട്സ്. ഈ 3 കാരണങ്ങളാൽ അദ്ദേഹം മാഗ്ന കാർട്ട എന്ന പിൽക്കാലത്ത് ഏറ്റവും വലിയ ഒരു രേഖയായി അറിയപ്പെടുന്ന, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന രേഖ എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ടയിൽ ഒപ്പിടുവാൻ കിങ് ജോൺ നിർബന്ധിതനായി തീർന്നു. ഹി ക്വാറൽഡ് വിത്ത് റോം, ഫ്രാൻസ് ആൻഡ് ഹിസ് ഓൺ സബ്ജക്ട്സ്. ഹി ഡൈവോഴ്സ്ഡ് ഹിസ് ഫസ്റ്റ് വൈഫ് ആൻഡ് ക്യാരിഡ് ഓഫ് ദി ലേഡി കോൾഡ് ഇസബെല്ല ഇൻ സ്പൈറ്റ് ഓഫ് ദി ത്രെഡ്സ് ഓഫ് ദ ചർച്ച്. അദ്ദേഹത്തിൻ്റെ ഹിസ് ഓൺ സബ്ജക്ട്സ് നമുക്കറിയാം. അതുപോലെ ഫ്രാൻസുമായിട്ടും ഒക്കെ അദ്ദേഹം ക്വാറലിലേർപ്പെട്ടു, റോമുമായിട്ട് ക്വാറലിലേർപ്പെട്ടു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായി മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കേണ്ടതായിട്ട് വന്നു. ഹി ഡൈവോഴ്സ്ഡ് ഹിസ് ഫസ്റ്റ് വൈഫ് ആൻഡ് ക്യാരിഡ് ഓഫ് വൺ ലേഡി കോൾഡ് ഇസബെല്ല ഇൻ സ്പൈറ്റ് ഓഫ് ദി ത്രെഡ്സ് ഓഫ് ദ ചർച്ച്. സഭയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുകയും ഇസബെല്ല എന്ന സ്ത്രീയുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇറ്റ് ഒഫൻഡഡ് ഫ്രാൻസ് ബിക്കോസ് ഇസബെല്ല വാസ് ബെട്രോത്തഡ് ടു എ ഫ്രഞ്ച് കൗണ്ട്. അപ്പോൾ ഫ്രാൻസിനെ ഇത് പ്രകോപിതമാക്കി. കാരണം ഫ്രാൻസിലെ ഒരു പ്രഭുവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞയാളായിരുന്നു ഇസബെല്ല. അപ്പോൾ അത് ഫ്രാൻസിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് രാജാവായ ജോണിനും ഇടയിലുള്ള ബന്ധത്തെ വഷളാക്കി. ജോൺ കമ്മിറ്റഡ് അനദർ മിസ്റ്റേക്ക് ഇൻ കമ്മിങ് ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് ദി ചർച്ച്. മറ്റൊരു മിസ്റ്റേക്കായിരുന്നു സഭയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്വാറലിംഗ്. ഇൻ 1205 ദി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഡൈഡ് ആൻഡ് ദ മങ്സ് ഓഫ് കാൻറ്റർബറി ചോസ് ദെയർ സുപ്പീരിയർ ആസ് ദി ആർച്ച് ബിഷപ്പ് ആൻഡ് സെൻഡ് ഹിസ് നെയിം ടു റോം ടു ഗെറ്റ് അപ്രൂവ്ഡ് ബൈ ദി പോപ്പ്. 1205 കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആ കാൻറ്റർബറിയിലെ സന്യാസികൾ, പുരോഹിതർ, അവർ ഒത്തുചേർന്നുകൊണ്ട് പുതിയ ആർച്ച് ബിഷപ്പിനെ, അവരുടെ ഏറ്റവും സുപ്പീരിയറായ പ്രീസ്റ്റിനെ തിരഞ്ഞെടുക്കുകയും ആ പേര് പാപ്പൽ അപ്രൂവലിനായി അല്ലെങ്കിൽ പോപ്പിൻ്റെ അംഗീകാരത്തിനായി റോമിലേക്ക് അയക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇംഗ്ലീഷ് ചർച്ചിൻ്റെ ആസ്ഥാന കേന്ദ്രമെന്ന് പറയുന്നത് കാൻറ്റർബറിയാണ്. കിങ് ജോൺ ഹാഡ് ഹിസ് ഓൺ കാൻഡിഡേറ്റ് ജോൺ ഡി ഗ്രേ ആൻഡ് സെൻഡ് ഹിസ് നെയിം ടു റോം ടു ഗെറ്റ് പാപ്പൽ സാങ്ഷൻ. അപ്പോൾ പുരോഹിതർ ഒന്നു ചേർന്നുകൊണ്ട് അവരുടെ ഏറ്റവും സുപ്പീരിയറിനെ ആർച്ച് ബിഷപ്പാക്കുവാനുള്ള നിർദ്ദേശം പോപ്പിന് അയച്ച അതേ സമയത്ത് തന്നെ കിങ് ജോണിനും അദ്ദേഹത്തിൻ്റെതായ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം റോമിലേക്ക് പോപ്പിൻ്റെ അംഗീകാരത്തിനായിട്ട് അയച്ചു. ദ പോപ്പ് ഹൗവർ സെറ്റ് അസൈഡ് ബോത്ത് ദി ഇലക്ഷൻസ് ആൻഡ് നെയ്മഡ് സ്റ്റീഫൻ ലാങ്ടൺ. അപ്പോൾ പോപ്പ് കാൻറ്റർബറിയിലെ പ്രീസ്റ്റുകളുടെ ശുപാർശയെയും കിങ് ജോണിൻ്റെ ശുപാർശയെയും മാറ്റിവെക്കുകയും പുതിയതായിട്ടൊരാളെ, സ്റ്റീഫൻ ലാങ്ടൺ എന്നൊരാളെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു. ജോൺ റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദി ഡിസിഷൻ ഓഫ് ദി പോപ്പ്. പോപ്പിൻ്റെ തീരുമാനം അംഗീകരിക്കുവാൻ കിങ് ജോൺ തയ്യാറായില്ല. ബട്ട് ദ പീപ്പിൾ സപ്പോർട്ടഡ് ദ ഡിസിഷൻ ഓഫ് ദി പോപ്പ് ഇന്നസെൻ്റ് തേർഡ്. പക്ഷേ ജനങ്ങൾ പോപ്പിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. There was a general opposition to the king. The barons were discontented on account of loss of their power through the growth of absolute monarchy.
അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ക്രൂസൈഡിൻ്റെ കാലഘട്ടത്തിൽ പ്രഭുക്കന്മാരുടെ ശക്തി ക്ഷയിക്കുകയും ലിമിറ്റഡ് മൊണാർക്കി എന്ന കൺസെപ്റ്റ് മാറി അബ്സല്യൂട്ട് മൊണാർക്കിയിലേക്ക് അല്ലെങ്കിൽ പരിപൂർണ രാജവാഴ്ചയിലേക്ക് രാജാവ് എത്തിപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ പ്രഭുക്കന്മാർ വളരെയധികം ആശങ്കാകുലരായിരുന്നു. നൗ ഇറ്റ് വാസ് ടൈം ഫോർ ദി ഡിസ്കണ്ടൻറ്റഡ് ക്ലർജി ആൻഡ് ബാരൻസ് ടു അസംബിൾ ടുഗെദർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി ആർച്ച് ബിഷപ്പ് ആൻഡ് എന്യൂമറേറ്റ് ദെയർ ഡിമാൻഡ്സ് ഇൻ ദ ഫോം ഓഫ് എ ചാർട്ടർ. അപ്പോൾ ഇതാണ് റൈറ്റ് ടൈമെന്ന് ആശങ്കാകുലരായ പ്രഭുക്കന്മാരും അതോടൊപ്പം പുരോഹിതരും തീരുമാനിക്കുകയും അവർ ഒന്നു ചേർന്നുകൊണ്ട് ഒരു രേഖ, ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിനുള്ളൊരു രേഖ തയ്യാറാക്കുകയും അത് ചില ഡിമാൻഡുകൾ, ചില ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജാവിന് സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ദേ മെറ്റ് അറ്റ് എ പ്ലേസ് കോൾഡ് റണ്ണിമേഡെ ഓൺ 15th June 1215 ആൻഡ് ദി ആർച്ച് ബിഷപ്പ് പ്രസൻറ്റഡ് ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രഭുക്കന്മാരും പുരോഹിതരും ഒത്തുചേർന്നത് 1215 റണ്ണിമേഡെ എന്ന സ്ഥലത്ത് ജൂൺ മാസം 15 ഒത്തുചേർന്ന് ഒരു രേഖ തയ്യാറാക്കുകയും കുറച്ച് ഡിമാൻഡുകൾ അടങ്ങിയ രേഖ തയ്യാറാക്കുകയും അത് രാജാവിന് സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ദിസ് ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് ദി ഗ്രേറ്റ് ചാർട്ടർ അഥവാ മാഗ്ന കാർട്ട. അപ്പോൾ 1215 ജൂൺ മാസം 15 ഇംഗ്ലണ്ടിലെ റണ്ണിമേഡെ എന്ന സ്ഥലത്ത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒത്തുചേർന്നുകൊണ്ട് ചില ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ട് രാജാവിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ രേഖയ്ക്ക് പറയുന്ന പേരാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാഗ്ന കാർട്ടയെ കാണുവാൻ സാധിക്കും. അതൊരു നാഴികക്കല്ലായിരുന്നു. ഇറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ഇംഗ്ലീഷ് മാൻസ് ഡെമോക്രാറ്റിക് ഫ്രീഡം. ജനാധിപത്യത്തോടുള്ള ഇംഗ്ലീഷുകാരൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു രേഖയായിരുന്നു മാഗ്ന കാർട്ട. ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് എ നേഷൻ അഗെയിൻസ്റ്റ് ഓട്ടോക്രസി ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദി കീ സ്റ്റോൺ ഓഫ് ഇംഗ്ലീഷ് ലിബർട്ടീസ് ഓർ ദ ബൈബിൾ ഓഫ് ദി ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ മാഗ്ന കാർട്ട എന്ന ജനാധിപത്യത്തിലേക്കുള്ള ജനങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന രേഖ, അത് ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് എ നേഷൻ അഗെയിൻസ്റ്റ് ഓട്ടോക്രസി ആൻഡ് ഓപ്പറേഷൻ. രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും അടിച്ചമർത്തലിനെതിരെയുമുള്ള ജനങ്ങളുടെ ഒരു ശബ്ദമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇതിനെ കീ സ്റ്റോൺ ഓഫ് ഇംഗ്ലീഷ് ലിബർട്ടീസ് അല്ലെങ്കിൽ ദ ബൈബിൾ ഓഫ് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ രാജാധികാരം സ്വേച്ഛാധിപത്യപരമായി തീർന്നുമ്പോൾ അതിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു രേഖയായി മാറിയതിനാൽ ഈ രേഖയെ, ഈ ചാർട്ടറിനെ, ഈ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഈ ചാർട്ടറിനെ കീ സ്റ്റോൺ ഓഫ് ഇംഗ്ലീഷ് ലിബർട്ടീസ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ദ ബൈബിൾ ഓഫ് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ് ഭരണഘടനയുടെ ബൈബിളായിട്ട് ഈ മാഗ്ന കാർട്ടയെ കരുതപ്പെടുന്നു. ഗ്രേറ്റ് ഡോക്യുമെൻ്റായ മാഗ്ന കാർട്ട കണ്ടെയ്ൻ 63 clauses. ഇറ്റ് വാസ് എ പ്രാക്ടിക്കൽ ഡോക്യുമെൻറ്റ് ഡീലിംഗ് വിത്ത് ദി ഇമ്മീഡിയറ്റ് ഗ്രീവൻസസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഓൾസോ ദ പ്രാക്ടിക്കൽ റെമഡീസ്. 63 ക്ലോസുകളാണ് മാഗ്ന കാർട്ടയിലുള്ളത്. ആ മാഗ്ന കാർട്ട എന്ന ഡോക്യുമെൻറ്റിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ഗ്രീവൻസസ് ഓഫ് പീപ്പിളെ ഡീല് ചെയ്യുക, ജനങ്ങളുടെ ദുരിതങ്ങളെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദുരിതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു നേർചിത്രവും അതിന് പരിഹാര പ്രക്രിയകളുമാണ് മാഗ്ന കാർട്ടയിലുള്ളത്. മാഗ്ന കാർട്ട 63 ക്ലോസുകളാണ് മാഗ്ന കാർട്ടയിൽ ഉള്ളത്. ആർബിട്രറി ടാക്സേഷൻ വാസ് മെയ്ഡ് ഇല്ലീഗൽ. അപ്പോൾ ഈ മാഗ്ന കാർട്ടയിലെ രേഖകൾ പ്രകാരം ഏകാധിപത്യപരമായ രീതിയിലുള്ള നികുതി ചുമത്തൽ നിയമവിരുദ്ധമാണ്. ദ മോസ്റ്റ് സ്റ്റാർട്ട്ലിംഗ് ആൻഡ് റെവല്യൂഷണറി ചേഞ്ച് പ്രപ്പോസ്ഡ് ഇൻ ദി മാഗ്ന കാർട്ട വാസ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 61. മാഗ്ന കാർട്ടയിലെ ആർട്ടിക്കിൾ 11 ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച്, അത് നിലവിലുള്ള സംവിധാനത്തിലെ ഒരു അടിമുടിയൊരു മാറ്റം പ്രതിപാദിക്കുന്നത്. ബൈ വിച്ച് എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് 25 members കൺസിസ്റ്റിംഗ് ഓഫ് ബിഷപ്സ്, ആർച്ച് ബിഷപ്സ്, ഏൾസ് ആൻഡ് ബാരൻസ് വാസ് സെറ്റപ്പ് ആസ് എ ഗ്യാരണ്ടി ദാറ്റ് ജോൺ വുഡ് എബൈഡ് ബൈ ദ കമ്മിറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഹിം ഇൻ ദ മാഗ്ന കാർട്ട. അപ്പോൾ മാഗ്ന കാർട്ടയിൽ കിങ് ജോൺ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതനായി തീർന്നു. അപ്പോൾ ആ മാഗ്ന കാർട്ടയിലെ 61ാമത്തെ ക്ലോസ് പറയുന്നു, അതുവരെയുള്ളതിൽ നിന്നൊരു റെവല്യൂഷണറി ചേഞ്ച്, ഒരു അടിമുടി ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. രാജാവ് ഓഫർ ചെയ്ത
അല്ലെങ്കിൽ അദ്ദേഹം കമ്മിറ്റ് ചെയ്ത സംഭവങ്ങൾ, അദ്ദേഹം സമ്മതിച്ച സംഭവങ്ങൾ അത് ശരിയായി നടത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു 25 അംഗ കമ്മിറ്റി, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ തീരുമാനിക്കുകയാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും പ്രഭുക്കന്മാരും എല്ലാം അംഗങ്ങളായിട്ടുള്ള ഒരു 25 അംഗ കമ്മിറ്റി, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി രാജാവ് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിനായി, എന്ന് മേൽനോട്ടം വഹിക്കുന്നതിനായി ഈ മാഗ്ന കാർട്ടയിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ മാഗ്ന കാർട്ടയിലെ 61ാമത്തെ ക്ലോസിലാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് വാസ് എ കൺട്രോളിംഗ് ഏജൻറ്റ് ഓൺ റോയൽ പവേഴ്സ്. രാജാധികാരത്തെ നിയന്ത്രിക്കുന്ന, രാജാധികാരം സ്വേച്ഛാധിപത്യപരമായി പോകാതിരിക്കാനുള്ള ഒരു ക്ലോസാണ്, ഒരു കൺട്രോളിംഗ് ഏജൻ്റായിട്ടാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുക. ആർട്ടിക്കിൾ 39 says, "No free man shall be taken or imprisoned or deprived of his property or outlawed or exiled without the rightful law of the country." രാജാവിന് ആരെയും സ്വന്തം ഇഷ്ടപ്രകാരം ശിക്ഷിക്കുവാനോ നാടുകടത്തുവാനോ ഒന്നും ഉള്ള അധികാരം നൽകപ്പെടുന്നില്ല, അത് ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും രാജ്യത്തെ നിയമാനുസൃതമായി മാത്രമേ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നും കൃത്യമായിട്ട് വിവക്ഷിക്കുന്ന ഒരു വ്യവസ്ഥ ആർട്ടിക്കിൾ 39 മാഗ്ന കാർട്ടയിലെ 39ാമത്തെ ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നു. Magna Carta is the beginning of Englishman's hatred for royal tyranny and a love for constitutional monarchy. രാജാധികാരത്തിന് ബ്രിട്ടീഷുകാർ എതിരൊന്നുമല്ല. അവർക്ക് രാജാധികാരം എന്ന ലിമിറ്റഡ് മൊണാർക്കി, പരിമിതമായ രാജവാഴ്ച അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഭരണഘടനാപരമായ മൊണാർക്കിയോട് അവർക്ക് താല്പര്യമുണ്ട്. അവർ എതിരായിട്ടുള്ളത് റോയൽ ടിറാനിയോടാണ്, രാജാധികാരത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തോടാണ്. അപ്പോൾ ഈ മാഗ്ന കാർട്ടയിലൂടെ വെളിവാകുന്നത് രാജാധികാരം പരിമിതമായിരിക്കണം, അത് ഭരണഘടനാനുസൃതമായിരിക്കണം, അല്ലാതെ അബ്സല്യൂട്ട് മൊണാർക്കി ആയിരിക്കരുത് എന്നാണ് മാഗ്ന കാർട്ട തെളിയിക്കുക. അപ്പോൾ ഇംഗ്ലീഷുകാരൻ്റെ പരിമിതമായ രാജവാഴ്ചയോടുള്ള ഒരു അഭിനിവേശം, സ്നേഹം, താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒന്നായിട്ട് മാഗ്ന കാർട്ട മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ്റെ മനസ്സിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കപ്പെടുന്നത് മാഗ്ന കാർട്ടയിലൂടെയാണ്. 1215 ജൂൺ മാസം 15-ാം തീയതി റണ്ണിമേട് എന്ന സ്ഥലത്ത് വെച്ച് കിങ് ജോൺ ഒപ്പുവെച്ച 63 ക്ലോസുകളുള്ള ഒരു ചാർട്ടറിനെയാണ്, ഗ്രേറ്റ് ഡോക്യുമെൻറ്റിനെയാണ് മാഗ്ന കാർട്ട എന്ന് പറയുക. പിൽക്കാലഘട്ടത്തിലും ജനാധിപത്യത്തിൻ്റെ മുന്നേറ്റങ്ങളിൽ ഏറ്റവും അടിസ്ഥാന രേഖയായി കണക്കുകൂട്ടപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. അപ്പോൾ 1215 മാഗ്ന കാർട്ട ആഞ്ചിവിൻ രാജാവായ കിങ് ജോൺ ഒപ്പുവെക്കുകയും അതിലൂടെ അബ്സല്യൂട്ട് മൊണാർക്കി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അല്ലെങ്കിൽ ലിമിറ്റഡ് മൊണാർക്കിയായി മാറ്റപ്പെടുകയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനം അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. താങ്ക് യു.